പെട്ടെന്ന് വീഡിയോ മോഡിൽ വരാം. അപ്പൊ നമ്മുടെ 43rd മൈൻഡ്ഫുൾ ഇൻസൈറ്റിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഒന്ന് ചാറ്റിൽ പറയാം. വോയിസ് ഓൺ ആക്കി പറഞ്ഞാലും കുഴപ്പമില്ല. വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഫാത്തിമ സെൻഹ രജിസ്റ്റർ ചെയ്താണോ? നിങ്ങളെ പേര് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല മെഡിറ്റേഷൻ. ഫാത്തിമ സെൻഹ, നിങ്ങളെ പേര് മാറി വന്നതാണെന്നുണ്ടെങ്കിൽ ആ പേരൊന്ന് ഇതാക്കാം കേട്ടോ. മീൻസ് അവിടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം സൂം നെയിം. ബാക്കിയുള്ളവര് സജിത മാം, ശ്രുതി, ജുമാന മാം, റഷിദ മാം, എല്ലാരും ഒന്ന് വീഡിയോയിൽ വരാം. വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പൊ മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറെ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ആക്കാൻ ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് പല സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരായിരിക്കും. ഒരുപാട് ജോലി തിരക്കിന്ന് വരുന്നവരുണ്ടാവും, വീട്ടിലെ തിരക്കിലാണെങ്കിലും അല്ലെ. ആ കോൺഷ്യസ്നെസ് എന്നൊക്കെ ഒന്ന് മാറി നമ്മളിവിടെ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്വയത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാണ് ശരിക്കും അല്ലെ. നമുക്ക് നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ടൈമാണ്. അപ്പൊ മെഡിറ്റേഷന് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കോൺഷ്യസ്നെസ്സിൽ നിന്നും നമ്മളെ ഈ ഒരു മോഡിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മളെ തോട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു ഇതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ, ആ ഒരു തിരക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഇതിലേക്ക് മാത്രം നിങ്ങൾക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെഡിറ്റേഷന് കാര്യങ്ങൾ. പിന്നെ അതിന്റെ വേറെയും ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. ഡെയിലി മെഡിറ്റേഷൻസ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ തിങ്കിങ് ആണ് അല്ലെ. ഓവർ തിങ്കിങ് അല്ലെ. ഓവർ തിങ്കിങ്ങിനെ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നും നമുക്ക് കരകയറാൻ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ്, എങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്നും നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഓവർ തിങ്കിങ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ എന്താണ് ഓവർ തിങ്കിങ്? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയാമോ, എന്താണ് ഓവർ തിങ്കിങ്? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഈ ഓവർ തിങ്കിങ് എന്നുള്ളത്? എവിടെ ആരും കാണാനില്ലല്ലോ. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഇങ്ങനെ ആലോചിക്കാം. അതെ, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ ആലോചിക്കാം. അപ്പൊ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ചിന്തിക്കുക അല്ലെ. ചിന്ത എന്നുള്ളത് ശരിക്കും മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കപ്പാസിറ്റിയാണ്. നമ്മള് മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും അല്ലെ, എത്രയോ കാലങ്ങളോളായിട്ട് അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യർക്ക് മാത്രമാണ് അവരുടെ ലൈഫ് സ്റ്റൈലിലും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ അവർ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ടാ? അവരുടെ ചിന്തകൾ കൊണ്ടാ. അപ്പൊ ചിന്തകൾ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്ന? ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ഒരു മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, എന്തൊക്കെ സൃഷ്ടിക്കുന്നുണ്ടോ അല്ലെ. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, സയൻസും ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ, സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന നമ്മളെ ഫോൺ ആവട്ടെ, നെറ്റ്വർക്ക് ആവട്ടെ, സൂം ആവട്ടെ, ഇതൊക്കെ ഓരോരുത്തർ ചിന്തിച്ചുണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ എന്തൊരു കാര്യം ലൈഫിൽ, നമ്മൾ എന്തൊക്കെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ, അതെല്ലാം നമ്മുടെ ചിന്തകളുടെ റിസൾട്ടാണ്. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർ ലൈഫ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് അവർ തോട്ട് ആണ്. നമ്മളെ ചിന്തകൾ എങ്ങനെയാണോ ആ ചിന്തകളുടെ റിസൾട്ട് ആയിട്ടാണ് നമ്മുടെ ലൈഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചത് എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോഴുള്ള നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം, ഇപ്പൊ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാം അല്ലെ, ചിന്തകൾ കൊണ്ടാണ് എന്തും ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള, ഇപ്പൊ ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് തോട്ട്സുകൾ, നമുക്ക് പ്രൊഡക്റ്റീവ് അല്ലാത്ത ചിന്തകൾ കൊണ്ട് നമുക്ക് എന്തും സൃഷ്ടിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ചിന്തകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് വിജയത്തിലേക്കും പോവാം, അതുപോലെ തന്നെ നമുക്ക് പരാജയത്തിലേക്കും പോവാം. നമ്മുടെ അല്ലെ ചിന്തിച്ച് 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 നമുക്ക് ഓരോ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ വെറും ചിന്തകൾ കൊണ്ട് തന്നെ ലൈഫ് അല്ലെ എന്താണ് തകർന്ന് തരിപ്പണായിട്ട് ഈവൻ നമ്മുടെ എന്താ പറയാ സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്കും സൂയിസൈഡൊക്കെ ചെയ്ത് ലൈഫ് നന്നായിട്ട് നശിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ചിന്തകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നത്. ലൈഫിൽ വിജയം നേടുന്നതാണെങ്കിലും ലൈഫിൽ പരാജയം നേടുന്നതാണെങ്കിലും എല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? നമ്മളെ ചിന്തകൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ചിന്തകൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഓവറായിട്ട് ചിന്തിച്ച് അതെന്ത് ചെയ്യും, നമ്മളെ ലൈഫിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതാണ് ആക്ച്വലി ഓവർ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകള്, മനുഷ്യരാണ്, ചിന്തകൾ പല വഴിക്കും കടന്നു പോകും. പക്ഷെ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് പോകും. ഇടക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്ഥിരമായിട്ട് ഈ ഓവർ തിങ്കിങ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് അല്ലെ, ഒരു തലവേദന വന്ന ആ തലവേദനയെ എന്താക്കി മാറ്റും? പണ്ടോ ഇതിന്റെ മുന്നേ ആരോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചിട്ടുണ്ടായി, അവർക്ക് ആദ്യം തലവേദന വന്നിട്ടുണ്ടായിരുന്നു. ആ തലവേദന ചിലപ്പോൾ നമ്മളെ ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റും, ചിന്തിച്ച്, അല്ലെങ്കിൽ അതൊരു ക്യാൻസർ ആക്കി മാറ്റും അല്ലെ, ചിന്തിച്ച് ഇതാക്കും. ഇതുപോലെ ആവശ്യമില്ലാത്ത ചിന്തകൾ റൺ ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളെ ചിന്തകൾ കൊണ്ട് തന്നെ നമുക്ക് ലൈഫ് സക്സസിലേക്ക് കൊണ്ടുപോകാനും പറ്റും, അതേപോലെ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകാനും പറ്റും അല്ലെ, നശിപ്പിക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ലൈഫിൽ വിജയം നേടണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ സെയിം തോട്ട് തന്നെ വേണം. അപ്പൊ തോട്ട്സ് എന്ന് പറയുന്നത് എനർജിയാണ്, ചിന്തകൾ എന്ന് പറയുന്നത് ഊർജ്ജമാണ്. അതായത് നമ്മൾ ഓരോ ചിന്തകൾ ചിന്തിക്കുന്ന സമയത്തും അല്ലെ, ഒരു ചിന്ത ചിന്തിക്കുന്ന സമയത്തും നമ്മളെ ബ്രെയിനിൽ എന്ത് വരുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ബ്രെയിനിൽ റിയാക്ഷൻ നടന്നിട്ട് അവിടെ എന്തുണ്ട്? കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന സമയത്ത് എന്തുണ്ടാവും? അവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലെ. പ്രൊഡക്റ്റ് ഉണ്ടാവാന്ന് പറയുമ്പോൾ ആ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഓരോ ചിന്തകളും. അപ്പൊ നല്ല ചിന്തകളാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചീത്ത ചിന്തകളാണെങ്കിൽ അല്ലെ ചീത്ത പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ എപ്പോഴും വേണ്ടാത്ത ചിന്തകൾ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ഈ കെമിക്കൽസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഹെൽത്തിനെ ബാധിക്കാൻ തുടങ്ങും. അപ്പൊ എപ്പോഴും ദേഷ്യപ്പെടുന്ന അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്താ വരുന്നത് അല്ലെ, കൂടുതലായിട്ട് അസുഖങ്ങൾ കാണാൻ സാധ്യത ഉണ്ട്. ഹാർട്ട് ഡിസീസസ് അതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങൾ കാണാൻ എപ്പോഴും ഭയങ്കരമായിട്ട് പക മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്. കാരണം പക സൂക്ഷിച്ചു കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കുറിച്ചിട്ടുള്ള ദേഷ്യപ്പെടുന്ന എന്താണോ അവരിൽ ഉണ്ടാക്കുന്ന ആ പക, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരിങ്ങനെ നിരന്തരം ചിന്തിച്ചിട്ടായിരിക്കും ആ പക ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവാം. അതേപോലെ തന്നെയാണ് അല്ലെ ദേഷ്യം, അതേപോലെ തന്നെ മറ്റുള്ളവരോടുള്ള അസൂയ കാര്യങ്ങൾ, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചിന്തിച്ചു കൊണ്ട് നടക്കുന്നത് ആക്ച്വലി നമ്മൾ മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ കൂടി അത് ആരെ ശരീരത്തിലാണ് അതിനെ റിലേറ്റ് ചെയ്ത് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ ശരീരത്തിലാണ്. അതുകൊണ്ട് എഫക്ട് ഉണ്ടാവില്ല നമുക്കാണ്, മറ്റുള്ളവർക്കല്ല. അപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോയിരുന്ന സമയത്ത് അപ്പൊ നമ്മളെ ചിന്തകൾ ഞാൻ പറഞ്ഞ എനർജിയാണ്. അപ്പൊ നമ്മളെ മനസ്സിന് മനസ്സ് പ്രവർത്തിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വഴിയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ആകർഷണ നിയമം, നമുക്കുള്ളിൽ എന്ത് എനർജിയാണോ അതിനെ നമ്മൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഉള്ളിൽ എന്ത് എനർജിയാണോ അതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മളെ ചിന്തകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെമിക്കൽസ് അല്ലെ, ചിന്തകൾ എന്ന് പറയുന്നത് ഒരു ബയോ കെമിക്കൽസ് ആണ്. തോട്ട്സ് എന്ന് പറയുമ്പോൾ ബയോ കെമിക്കൽസ് ആണ്, കാരണം അവിടെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ അതെന്താണ് അല്ലെ, നമ്മൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധനം, നമ്മളൊരു ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഇത് ഫോണാണ് എന്നുള്ള ചിന്ത നമുക്ക്, ആ ഒരു ബോധം നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ അല്ലെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നും ആ ന്യൂറോൺസിലൂടെ എന്ത് പോകുന്നുണ്ട്? ബ്രെയിനിലേക്ക് അവിടുന്ന് ഇങ്ങനെ എന്ത് പോകുന്നു? ഇമ്പൾസസ് പോകുന്നുണ്ട്.
വിവരങ്ങൾ പോകുന്നുണ്ട്. എന്നിട്ട് ബ്രെയിൻ അത് ആ സമയത്ത് ആ ഒരു എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ് ബ്രെയിന് ഇതൊരു ഫോൺ ആണെന്ന് നമുക്ക് തരുന്നത്, മീൻസ് ഫോൺ ആണ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. നമ്മൾ മുന്നിൽ ഒരാളെ കാണുന്ന സമയത്ത് ഇത് ഇന്ന ആളാണ് എന്നത് ബ്രെയിൻ എത്ര ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് ഇത് ഇന്ന ആളാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് അവിടെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇമ്പൾസസ് ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മള് ഇതിലൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് നമ്മൾ പറയലുണ്ട്. അപ്പൊ നമ്മള് വീട്ടില് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് ഓരോ നമ്മുടെ ഓരോ ഉപകരണങ്ങളിലേക്ക് ഓരോ ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താണ് ഓരോ ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിൽ എന്ത് നടക്കുന്നുണ്ട്, ഇതുപോലെ ഒരു ഇലക്ട്രിസിറ്റി നമ്മളെ ന്യൂറോൺസ് എന്താണ് ബ്രെയിനിലേക്ക് ഇപ്പൊ നമ്മള് ഈ കൈ കൊണ്ടാ തൊട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നതാണെന്നുള്ളത് എന്താണ് ഒറ്റയടിക്ക് ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് എത്തുന്ന എന്താണ്, ആ ഒരു ഇലക്ട്രിസിറ്റി പോലെ ഒരു സാധനം ഇങ്ങനെ നമ്മളെ ന്യൂറോൺസിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മക്കളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും, നമ്മളില്ലേ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് ചുറ്റും എന്ത് വരുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ കാന്തം, ഒരു കാന്തിക മണ്ഡലം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളില് എന്തുണ്ട്, നമ്മൾ ഒരു ചിന്ത ചിന്തിക്കുന്ന സമയത്ത് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കെമിക്കൽസ് എന്തായിട്ട് മാറുന്നുണ്ട്, കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്ത് വരുന്നുണ്ട്, ഹീറ്റോ അല്ലെങ്കിൽ എനർജി ഒക്കെ എന്താണ് റിലീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. വാട്ടർ ഉണ്ടാകുന്ന സമയത്ത് H+O2 gives 2H2O എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലസ് എന്താണ് അതിന്റെ കൂടെ ഒരു എനർജി എന്നൊക്കെ പറയലുണ്ട് നമ്മള്. അപ്പൊ അതിന്റെ കൂടെ ഒരു എനർജിയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ ചിന്തകൾ ചിന്തിക്കുന്ന സമയത്തും എന്ത് വരുന്നുണ്ട്, നമ്മള് ഓരോ ചിന്തകൾ ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല ചിന്തകളാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല എനർജി ആയിക്കാരും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചീത്ത ചിന്തകളാണെന്നുണ്ടെങ്കിൽ അവിടെ മോശമായിട്ടുള്ള എനർജി ആയിക്കാരും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഈ എന്താണ് അതെന്തായിട്ട് മാറും, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ നമ്മളെ നെർവ്സിലൂടെ ഇമ്പൾസസ് പോകുന്ന സമയത്ത് ഒരു കാന്തിക മണ്ഡലം പോലെ നമുക്ക് ചുറ്റും എന്തുണ്ട്, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ട്. അതാണ് ശരിക്കും നമ്മൾ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത്, ആകർഷണ നിയമം എന്ന് പറയുന്ന സമയത്ത് മാഗ്നറ്റ് ആണ് എന്ത് ചെയ്യുക, കാന്താണല്ലോ ആകർഷിക്കുക. അപ്പൊ നമ്മളൊരു കാന്തം പോലെ പ്രവർത്തിക്കും. ആ സമയത്ത് നമ്മളൊരു കാന്തമായിട്ട് മാറും. ആ കാന്തത്തിന്റെ എനർജി എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിലേക്ക് എന്ത് വരണം എന്നുള്ള എന്ത് കാര്യങ്ങളാണ് നമ്മളിലേക്ക് വരേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളെ ചിന്തകൾ നല്ല നല്ല ചിന്തകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാന്തിക മണ്ഡലത്തിലുള്ള എനർജി എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. അത് നമ്മളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്തു വരും. അതല്ല നമ്മളില് മോശമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ആവശ്യമില്ലാത്ത കുറേ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളെ എനർജി കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള അവസ്ഥയ്ക്ക്. പിന്നെ സെയിം സിറ്റുവേഷൻസ് നമുക്ക് ഇങ്ങനെ ലൈഫിൽ നേരിടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ശരിയാ, അന്നേ ഞാൻ ചിന്തിച്ചത് അത് ഇങ്ങനെ തന്നെ ആവുന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴത്തേനും നമ്മൾ പറയും എന്ത്, അത് എന്താണ് സക്സസ് ആവാനൊന്നും പോണില്ല. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും, നമ്മളകത്ത് ഓൾറെഡി നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്, അതിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മളകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ നെഗറ്റീവ് എനർജി വീണ്ടും എന്തായിട്ടേ വരുള്ളൂ, നമ്മുടെ മനസ്സിന്റെ നിയമം ഞാൻ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നമുക്ക് അകത്ത് എന്ത് എനർജി ആണോ ഉള്ളത് അതിനെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മളകത്തുള്ള എനർജി, ഇപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഈ മോശം എനർജീസ്, മോശം കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ വീണ്ടും പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ നമ്മളിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളെ ലൈഫില് നമ്മള് പ്രശ്നം, എന്നിട്ട് നമ്മൾ പറയും അത് വിധിയാണ്, മറ്റേതാണ്, മറിച്ചതാന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കും. പക്ഷെ ഒരുവിധം വിധികളൊക്കെ നമ്മൾ തന്നെ നമുക്ക് നിശ്ചയിച്ച വിധികളായിരിക്കും. ദൈവം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള വിധികൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ സമ്മതിക്കുന്നുണ്ടാവില്ല. നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നമുക്ക് വിധിച്ചിട്ടുണ്ടാവും ഓരോ വിധികൾ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ചിന്തകള് നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകള്, ഈ ആവശ്യമില്ലാത്ത ചിന്തകളെ നിയന്ത്രിക്കുന്ന സമയത്തെ നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ലൈഫിനെ നമ്മളെ കൺട്രോളിൽ വരുത്തണം. ചില സമയത്ത് ഉണ്ടാവും നമ്മളെ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യും. അതിന് പകരം നമ്മൾ നമ്മളെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. നമ്മൾ നമ്മളെ ചിന്തകളെ കൺട്രോൾ ചെയ്യണം.
നമ്മളെ ചിന്തകളെ എന്താണ് നിയന്ത്രിക്കാൻ പഠിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിന്തകൾ നമ്മളെ പല വഴിക്കും കൊണ്ടുപോകും. നമ്മളെ ലൈഫിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിട്ട് ഓരോ കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോ നമ്മളെ ചിന്തകൾ അല്ലെ, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ ചിന്തകൾ ചിന്തിക്കേണ്ട പോലെ ചിന്തിക്കണം. ചിന്തിക്കേണ്ട പോലെ ചിന്തിച്ചാൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളകത്ത് ഇത്രത്തോളം അല്ലെ, ഒരു ചിന്ത ചിന്തിക്കുന്ന സമയത്ത് ഇത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അകത്ത് നടക്കുന്നുണ്ട്. എന്തൊരു അത്ഭുതമല്ലേ മനുഷ്യന്. അതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എപ്പോഴെങ്കിലും സുബ്ഹാനല്ലാഹ് എന്തോ ഇതൊക്കെ ഇത്രയും ഇങ്ങനെയൊക്കെ അല്ലെ, എത്ര സെക്കൻഡ് കൊണ്ടാ ഇത്രയും ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്ത് നമ്മളെ ബ്രെയിൻ ഇങ്ങനെയും ഇതൊക്കെ തരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും പറയലുണ്ടോ? നമുക്ക് അകത്തുള്ള നമ്മുടെ മിറാക്കിൾസ് അല്ലെ, ഇഷ്ടം പോലെ മിറാക്കിൾസ് ഉണ്ട് നമുക്ക് അകത്ത് നടക്കുന്നത്. ആ മിറാക്കിൾസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പുറത്തുള്ള അല്ലെ, നമ്മുടെ ലൈഫ് ഒരു അത്ഭുതമായിട്ട് മാറുള്ളൂ അല്ലെ. നമുക്ക് ലൈഫ് എപ്പോഴും ഒരു മടുപ്പാണ്. ജനിച്ചു എന്നുള്ള കാരണത്താൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ലൈഫിനോട് പ്രത്യേകിച്ച് ഒരു വികാരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ലൈഫിന്റെ ആ ഒരു മാന്ത്രികത നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന ആ ഒരു അത്ഭുതത്തെ നമ്മൾ തിരിച്ചറിയണം അല്ലെ. നമ്മളിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നടക്കുന്നത് തിരിച്ചറിയണം. അപ്പോഴേ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് സ്മരിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളെ കാണുന്ന സമയത്ത്, നമ്മളെ മക്കളെ കാണുന്ന സമയത്ത്, നമ്മളെ ലൈഫിലെ ഓരോ സംഭവങ്ങളും കാണുന്ന സമയത്ത് നമുക്ക് അവരെ എന്താണ്, നമ്മുടെ സൃഷ്ടാവിനെ സ്മരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, അതിലൊക്കെ ഉള്ള ദൈവികതയെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തുള്ളത് ആദ്യം കാണണം. നമുക്ക് അകത്തുള്ളത് കണ്ടാൽ മാത്രമേ പുറത്തുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മുടെ ലൈഫ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുള്ളൂ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ആദ്യം ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം. ചിന്തകളെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തില് നമ്മുടെ ലൈഫിനെ പോസിറ്റീവ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മീൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജേർണലിംഗ് പ്രാക്ടീസസ്, മെഡിറ്റേഷന്, ഇതൊക്കെ നമ്മളെ തോട്ട്സിനെ ഇതൊന്നും 1-2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, റിസൾട്ട് കൊണ്ടുതരില്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കാരണം ഇത് ചിന്തിച്ച് എന്തായിട്ടുണ്ട്, നമുക്കുള്ളിൽ ഒരു ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂറൽ പാത്ത് വേ നമുക്ക് അകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ന്യൂറൽ പാത്ത് വേ എത്രത്തോളം കാലം അവിടെ നിൽക്കുന്നോ അതേ കാലം നമ്മൾ ഇങ്ങനെ എന്താ ചെയ്യും, അതേ സെയിം തോട്ട് പാറ്റേൺസ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ആ പാറ്റേൺ മാറണം എന്നുണ്ടെങ്കിൽ ആ തോട്ട് പാറ്റേൺ നമ്മൾ ഇതുവരെ ചിന്തിച്ച കാര്യങ്ങളിൽ നിന്നും അല്ലെ, ചിന്തിച്ചത് അനുസരിച്ചിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു തോട്ട് പാറ്റേൺസ് ഉണ്ടാവും അല്ലെ. ഒരു റോഡിലൂടെ അല്ലെങ്കിൽ ഒരു തൊടിയിലൂടെ നിറയെ എന്താണ് ഒരു പുല്ലുള്ള ഒരു തൊടിയിലൂടെ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നടന്നു പോകുന്ന സമയത്ത് എന്തുണ്ടാവും, അവിടെ ഒരു വഴി ഉണ്ടാവും. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ചിന്തിച്ച പല കാര്യങ്ങളും ലൈഫിനെ കുറിച്ചിട്ട്, ലൈഫിൽ നിങ്ങൾക്ക് വെൽത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മണീനെ കുറിച്ചിട്ട്, അതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ചില ചിന്തകൾ ഉണ്ടാവും അല്ലെ, സ്ഥിരമായിട്ട് ചില വിശ്വാസങ്ങൾ ഉണ്ടാവും, സ്ഥിരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. ആ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോട്ട് ചെയ്തിട്ട് അല്ലെ, അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോ നിങ്ങൾ ഡെയിലി ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മള് ഏകദേശം 30,000 തൊട്ട് 70,000 ചിന്തകളാണ് ഒരാളുടെ ബ്രെയിനിലൂടെ കടന്നു പോകുന്നത്. 30,000 തൊട്ട് 70,000 ചിന്തകൾ ഒരു മനുഷ്യന്റെ ബ്രെയിനിലൂടെ ഒരു ദിവസം കടന്നു പോകുന്നത്. അത് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇപ്പൊ നിങ്ങൾ പെന്നും പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെടുത്ത് ഉണ്ടാവും. അപ്പൊ പെന്നും പേപ്പർ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു 5 കാര്യങ്ങൾ. കുറച്ച് സമയം, ഏറ്റവും കൂടുതൽ നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു 5 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് നോട്ട് ചെയ്യാം. എവിടെ വീഡിയോയിലുള്ളവരൊക്കെ ഇവിടെ പോയാ? രാവിലെ തൊട്ട് വൈകിട്ട് വരെ 70,000-തോളം ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ്
ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന 5 ചിന്തകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ചിന്തകൾ ഉണ്ടാവും. അതില് എത്ര കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഏറ്റവും കൂടുതൽ ഉള്ളത് നോക്കാം. ഏറ്റവും കൂടുതൽ നമുക്കുള്ള പ്രശ്നത്തെ കുറിച്ചിട്ടാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പേടി, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും സംഭവിച്ചതിനെ കുറിച്ചിട്ട്, ലൈഫിൽ നടന്നു പോയതിനെ കുറിച്ചിട്ട് അത് ആലോചിച്ചിട്ടാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലെ, മക്കൾ എന്താവുക അത് ആലോചിച്ചിട്ടാണോ ഇരിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ ജോലി എന്താണാവുക, എന്റെ ലൈഫിന് ഇപ്പൊ എന്താണാവുക? മീൻസ് അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ല, അതില് എത്ര കാര്യങ്ങൾ നമ്മള് നമുക്കുള്ളതിൽ നന്ദി പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ക്രിയേറ്റർ, നമ്മളെ സൃഷ്ടാവ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാന് അതെത്ര കാര്യങ്ങൾ, അതാണോ ഏറ്റവും കൂടുതലുള്ളത്? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇന്ന് എന്റെ ഡ്രീംസിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്റെ ഡ്രീംസ്, എന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കുന്നത്? ഏതാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഏറ്റവും കൂടുതലുള്ളത്? ചാറ്റിൽ നെഗറ്റീവ്. അധികം നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെ പെട്ടെന്ന് പണി തീർക്കാം, എങ്ങനെ മക്കള് സ്കൂളിൽ നിന്ന് എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ അധികം മനുഷ്യർ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചിന്തകളാണ് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ അത്രയും കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തിക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്കുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെ എനർജി എന്താണ് അല്ലെ? നമ്മളെ ഓറ എന്ന് പറയും. അതായത് നമുക്ക് ചുറ്റും ഈ ഒരു ഇത്രത്തോളം ഇതില് നമുക്കുള്ള ഒരു എനർജി ഉണ്ട്. ചില ആളുകളെ കാണുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര പ്രഭ ഫീൽ ചെയ്യും. അത് തൊലി വെളുപ്പോ അല്ലെങ്കിൽ തൊലിന്റെ നിറവും ഇതൊന്നും നോക്കിയിട്ടല്ല, ഒരാളുടെ ഭംഗി നമ്മൾ മനസ്സിലാക്കാം. ചില ആളുകള് കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പ്രഭ ഫീൽ ചെയ്യും. ഒരിടത്ത് സംസാരിക്കാൻ ഭയങ്കര നമുക്ക് ഒരു ഇഷ്ടം തോന്നും. ഒരിടത്ത് നിൽക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യും. ഇത്തരം ആളുകളൊക്കെ എന്ന് പറയുന്നത് ആ ഒരു ഓറ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അതാണ് നമ്മളിങ്ങനെ സ്റ്റാറ്റസിലൊക്കെ നമ്മൾ ഇങ്ങനെ പറയലുണ്ട്. തൊലീന്റെ നിറമല്ല നമ്മളെ മനസ്സിന്റെ ഭംഗിയാണ് നമുക്ക് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ ഡയലോഗൊക്കെ അടിക്കും. പറച്ചിലും ഉണ്ടാവും. പക്ഷെ ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ അനലൈസ് ചെയ്യില്ല, അതൊന്നും ആവില്ല. അല്ലാലോ? അപ്പോ നിങ്ങൾ എത്രത്തോളം മോശമായിട്ട് അപ്പൊ നിങ്ങളുടെ ലൈഫ് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഇത്രത്തോളം നമ്മളെ എനർജിയിൽ നമുക്ക് എന്തൊരു അസുഖം വരുന്ന സമയത്താവട്ടെ, എന്തൊരു പ്രശ്നം പ്രയാസങ്ങൾ നമ്മുടെ ലൈഫിൽ നേരിടണം മീൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാദ്യം നമ്മുടെ എനർജിയിലാണ് അതിന്റെ പ്രശ്നങ്ങൾ വരിക. എനർജിത്തെ പ്രശ്നമാണ് പിന്നെ മനസ്സിന് വന്ന് പിന്നെ അത് ശരീരത്തിലേക്ക് ബാധിക്കാം. അപ്പൊ ചില ആളുകൾക്ക് അത് മാനസിക രോഗമായിട്ട് മാറും, ചില ആളുകൾക്ക് ശരീരത്തിലുള്ള രോഗങ്ങളായിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് മരുന്ന് കുടിച്ചിട്ടൊന്നും മാറാത്ത അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളെ അതിന്റെ റൂട്ട് കിടക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ. നിങ്ങൾ എത്ര മരുന്ന് കുടിച്ചിട്ടും കാര്യമില്ല, അത് ചിലപ്പോൾ മാറൂല. നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ പറയും മരുന്ന് കുടിച്ചിട്ട് കാര്യമില്ല, ഇത് മാറൂല. കാരണം അതിന്റെ റൂട്ട് കിടക്കുന്നത് ശരീരത്തിലല്ല, ഈ എനർജിയിലാണ് കിടക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ ചിന്തകൾ കൊണ്ട് നമ്മളെ ശരീരത്തിൽ പിന്നെ അതെന്തായിട്ട് മാറും. നമ്മൾ ഏതൊരു അസുഖം ആവട്ടെ എന്ത് വരുന്നതും അത് ആദ്യം നമ്മുടെ എനർജിയിലാണ് അതിന്റെ പ്രശ്നം വരിക. എനർജിയിലുള്ള പ്രശ്നങ്ങളാണ് പിന്നെ നമുക്ക് ശരീരത്തിലായിട്ടും മാനസികപരമായിട്ടും, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ മണി റിലേറ്റഡ് ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരും. ഇങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ നമ്മള് സ്പിരിച്വൽ ആത്മീയപരമായിട്ടുള്ള എത്ര ഇതായാലും നമുക്കൊരു മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റൂല, ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യൂല. ഇതൊക്കെ റൂട്ട് കിടക്കുന്നുണ്ടാവുക എവിടെയെന്ന് വെച്ചാല് നമ്മളെ മനസ്സിൽ നമ്മുടെ എനർജിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ നിങ്ങള് ഒരു ദിവസം ചിന്തിക്കുന്ന ചിന്തകളിൽ മാക്സിമം എന്താക്കാൻ മാറ്റണം, പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ നോക്കണം. എന്നാൽ മാത്രമേ ലൈഫ് പോസിറ്റീവായിട്ട് മാറുള്ളൂ. ഇല്ലാതെ നമ്മുടെ ലൈഫിൽ വരുന്ന എന്ത് പ്രശ്നത്തിനും ഒരു പഴി ചാരിയിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ വിചാരിക്കണം ആദ്യം അത് ലൈഫ് പോസിറ്റീവായി മാറണോ, അല്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം മതിയോ? നമ്മളെപ്പോഴും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ചിട്ട് വേവലാതികളും കാര്യങ്ങളും പേടി ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞല്ലേ, നിങ്ങൾ നിങ്ങളെ അകം നന്നാക്കിയിട്ടുണ്ടെങ്കിൽ
നിങ്ങളെ പുറത്തെ കണ്ടീഷൻസ് ഞാൻ നന്നാക്കി തരാം എന്ന് നമ്മളോട് നമ്മുടെ സൃഷ്ടാവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ അകത്തെ കണ്ടീഷൻസ് അല്ലെ, അകത്തെ അവസ്ഥ മാറ്റിയാൽ പുറത്തെ അവസ്ഥ ഞാൻ മാറ്റിത്തരാം. അപ്പൊ നമ്മൾ അകത്തെ അവസ്ഥ ആര് മാറ്റണം? നമ്മൾ മാറ്റണം. എന്നാൽ മാത്രമേ പുറത്തെ അവസ്ഥ നമുക്ക് മാറ്റി തരുള്ളൂ. അപ്പോ നമ്മൾ പുറത്തുള്ള വേൾഡ് എന്ന് പറയുന്നത് നമ്മളെ ഇന്റേണൽ വേൾഡിന്റെ റിഫ്ലക്ഷൻ ആണ്. ഉള്ളിലുള്ള ലോകത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് ഉള്ളിലുള്ള വേൾഡിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് പുറത്തുള്ള വേൾഡ് വരുന്നത്. അപ്പൊ നമുക്കകത്ത് നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങളോ കാര്യങ്ങളോ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കാം, ഇതിന് കാരണം നമുക്ക് അകത്ത് എന്തുണ്ട്, ഇത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തോ ഒരു ചിന്തകൾ കിടക്കുന്നുണ്ട്, ഒരു ന്യൂറൽ പാത്വേ കിടക്കുന്നുണ്ട് അല്ലെ. അത് ചിന്തിച്ച് അവിടെ എന്തായി, അതിനുള്ള ഒരു വഴി അവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ വഴി എപ്പോ നമ്മൾ അത് ബ്രേക്ക് ചെയ്യുന്നോ അപ്പോഴേ നമുക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് നമുക്കൊരു മാറ്റം സംഭവിക്കുള്ളൂ. അത് നിന്ന് മാറ്റം സംഭവിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതിൽ നിന്ന് നമുക്കൊരു മാറ്റം മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകള്, ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്വഭാവം, ആ സ്വഭാവം നമ്മൾ മാറ്റണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് മാറാൻ നമുക്ക് കഴിയുന്നില്ല. ബിക്കോസ് എന്താണ്, അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിടക്കുന്നുണ്ട്, ഒരു ന്യൂറൽ പാത്വേ നമുക്ക് അകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് നമ്മുടെ ന്യൂറോൺസിൽ എന്തുമായി, അവിടെ ഒരു വഴി അവിടെ വെട്ടിക്കിടക്കുന്നുണ്ട്. ആ വഴി ബ്രേക്ക് ചെയ്താലേ ഇനി എന്ത് മാറുള്ളൂ, നമ്മളെ ആ അവസ്ഥ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം ആ അവസ്ഥ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ തോട്ട് പാറ്റേൺസിൽ പോയിട്ട് മാറ്റം വരുത്തണം. ചിന്തകളുടെ പാറ്റേൺസിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1 or 2 ദിവസം കൊണ്ട് നമുക്ക് നടക്കൂല. അത് സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് അതിന് പണിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ അവസ്ഥകളിൽ മാറ്റം നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് എന്ന് പറയുമ്പോൾ മിനിമം 21 days ഞാൻ പറയാറുള്ളത്. മിനിമം ഒരു 21 ദിവസമെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു മാറ്റം കാണാൻ പറ്റുള്ളൂ. 21 ദിവസമെങ്കിലും സ്ഥിരമായി. ഇപ്പൊ ഞാൻ ജേർണലിംഗ് പ്രാക്ടീസ് ആവട്ടെ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ആവട്ടെ, എന്ത് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും 21 ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയലുണ്ട് അല്ലെ. അത് മിനിമം ഞാൻ പറയല്ലോ, മാക്സിമം 100 days എങ്കിലും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ കോശബോധത്തിലും നമ്മളെ ന്യൂറൽ സെൽസിലും അല്ലെ, ന്യൂറോൺസിലും നമ്മുടെ എനർജിയിലും മൊത്തത്തിൽ ചേഞ്ചസ് വരണം എന്നുണ്ടെങ്കിൽ 100 days ആണ്. ടാസ്ക് കാര്യങ്ങൾ അല്ലെ, 100 days ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയ ആളുകളുണ്ട് ഇവിടെ. അപ്പൊ 100 days കംപ്ലീറ്റ് ആക്കിയവർക്കുള്ള റിസൾട്ടും അല്ലെ, ടാസ്ക് തോന്നുമ്പോൾ ചെയ്യുന്ന ആളുകൾക്കുള്ള റിസൾട്ടും ഒക്കെ രണ്ടും രണ്ടാ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, കേൾക്കുന്ന ആളുകൾക്ക്, ഓൾറെഡി നമ്മളെ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോ മൈൻഡിന് ഈ കാര്യങ്ങൾ ഓൾറെഡി ഈ ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇങ്ങനെ എന്താണ്, ഈ നെഗറ്റീവ് ചിന്തകൾക്ക് വേറൊരു പ്രത്യേകത ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കൂടുതൽ നെഗറ്റീവ്സിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം കുറച്ച് ചിന്തിച്ചാൽ തന്നെ മതിയാവും, അത് കൂടുതൽ പെട്ടെന്ന് അത് പെരുകും. നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് പണി എടുത്തിട്ട് തന്നെ പോസിറ്റീവ് നമ്മളെ ഉള്ളിൽ കയറ്റണം. പക്ഷെ അത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നെഗറ്റീവിന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കയറ്റി നമ്മൾ ആ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആക്കി എടുക്കാൻ കുറച്ച് പണിയുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, എഫേർട്ട് എടുക്കണം, ഹാർഡ് വർക്ക് ചെയ്യുന്നേ വേണം. സ്ഥിരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യണം. ടാസ്ക് ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇന്നത് ചെയ്യണം. ആ ചെയ്താലേ മാറുള്ളൂ. അല്ലാത്തവർക്ക് അല്ലെ ഇതേപോലെ തന്നെ അങ്ങനെയൊക്കെ പോവാം. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ ഇപ്പൊ ഇന്ന് ഒരു കാര്യമാണ് നാം പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കുന്ന ഒരു പ്രശ്നം എടുക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആലോചിക്കുന്ന ഒരു പ്രശ്നം, അതെന്തെങ്കിലും മീൻസ് എന്ത് കാര്യമാണോ, അല്ലെ മക്കളെ ഭാവി കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്താണ് പണവും മീൻസ് സാമ്പത്തികമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണോ, ഏതെങ്കിലും ഒരു കാര്യം എടുക്കാം. അത് എന്താണോ നമ്മളെ ചിന്തയിൽ വരുന്നത് ആ ചിന്ത അതേപോലെ എഴുതുക. അതേപോലെ വെച്ചാല് എന്താണോ നമ്മളെ തോട്ടിൽ വന്നത് അത് അതേപോലെ എഴുതാം. അപ്പൊ ഇപ്പൊ പണത്തെ കുറിച്ചിട്ടാണ്, പണം എന്നുള്ളത് അല്ലെ, പണം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള കാര്യമാണ് അല്ലെ. ആവശ്യത്തിന് പൈസ ഇല്ല തന്നെ, ഇങ്ങനത്തെ ഒരുപാട് ഇങ്ങനത്തെ കുറെ ചിന്തകൾ ഉണ്ടാവും പണം റിലേറ്റ് ചെയ്ത്. പണം ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ മക്കളെ കുറിച്ചിട്ടുള്ള ചിന്ത, അല്ലെങ്കിൽ മീൻസ് ഹസ്ബൻഡുമാരെ കുറിച്ചിട്ട്, വൈഫുമാരെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു തോട്ട് ഉണ്ടാവും. അവരിങ്ങനെ ആണ് എന്നുള്ള, പക്ഷെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും മാറണം എന്നുള്ളത്. പക്ഷെ നമ്മളെ ഉള്ളിൽ എന്താണ്, അവരങ്ങനെയാണ്, ഇനിയിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യം അവരങ്ങനെയാണ്. അത് നമ്മൾ അങ്ങനെ എന്താക്കി അവിടെ ചിന്തിച്ചത് അവിടെ പ്രോഗ്രാം ആക്കി കയറ്റി അത് അങ്ങനെ ആണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിൽ പക്ഷെ നമുക്ക് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടാവും.
പക്ഷെ അത് നമ്മൾ എന്താണ് അത് ബിലീവ് ചെയ്ത് അതങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന തോട്ട് അത് അതേപോലെ എഴുതാം. അതേപോലെ വെച്ചാൽ ഒരു പെന്നും പേപ്പറും എടുക്കുക. പേപ്പർ 2 എന്താ ചെയ്യാ സെന്ററിൽ വര വരയ്ക്കുക. ഒരു ഭാഗത്ത് നമുക്ക് എന്താണോ എന്തിനെ കുറിച്ചാണോ വരുന്നത് ആ ചിന്ത എങ്ങനെയാണോ വരുന്നത് അത് അതേപോലെ എഴുതാം. അതേപോലെ എഴുതുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ നേരെ പോസിറ്റീവ് വേർഡ് എഴുതാം. ഇപ്പൊ പണത്തെ കുറിച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അല്ലെ, പണം എന്നുള്ളത് എനിക്ക് കുറച്ച് എന്താണ് പണം സമ്പാദിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ, ആവശ്യത്തിന് പണം എൻ്റെ അടുത്ത് ഇല്ല. അതിങ്ങനെ എന്താണ് നമ്മളിങ്ങനെ ഉള്ളിൽ ടോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ചില മക്കളുടെ സ്വഭാവം തീരെ അനുസരണമില്ല, എന്ത് പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല എന്നുള്ള അത് ഒരൊറ്റ വേർഡ് അതിന്റെ നേരെ അപ്പുറത്ത് എന്ത് ചെയ്യാം അതിന്റെ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം. പണത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ പണം എനിക്ക് ആവശ്യത്തിലധികം പണം എന്നിലേക്ക് ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആവശ്യത്തിലധികം പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണം സമ്പാദിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര എളുപ്പമുള്ള ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പൊ മക്കളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മക്കൾ നന്നായിട്ട് അനുസരിക്കും, ഞാൻ പറയുന്നത് എന്തും കേൾക്കുന്ന മക്കളാണ്, നല്ല അനുസരണമുള്ള മക്കളാണ്. അങ്ങനെ നമ്മൾ എന്താണോ നെഗറ്റീവായിട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിന് നേരെ പോസിറ്റീവ്സ് അവിടെ അപ്പുറത്ത് കൊടുക്കാം. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് കാര്യമാണോ ആ കാര്യം എടുക്കുക, അതിന് നേരെ പോസിറ്റീവ് വേർഡ് എഴുതുക. ഈ എഴുതി വെച്ച കാര്യം ഒരു കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം. ആദ്യത്തത് വായിക്കാം, ജസ്റ്റ് ഒന്ന് മറ്റേതും വായിക്കാം. അത് സ്ഥിരമായിട്ട് വായിച്ച് മീൻസ് ഒരു 2 നേരമോ അല്ലെങ്കിൽ 3 നേരം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കാം. അത് വായിച്ച് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈ ചിന്ത വരുന്ന സമയത്ത് ആദ്യം വരലേതായിരിക്കും ആ പോസിറ്റീവ് ആയിരിക്കും കയറാം, പെട്ടെന്ന് വരാം. ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് എഴുതിയ പോസിറ്റീവ് വേർഡ് ആയിരിക്കും നമുക്ക് പിന്നെ നമ്മളെ മനസ്സിലേക്ക് വരാം. പോസിറ്റീവ് ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് ചിന്തിച്ച് പോയിട്ടുണ്ടാവും, പക്ഷെ ചിന്തിച്ചാലും ഓൺ ദ സ്പോട്ടിൽ മറ്റേത് എന്ത് ചെയ്യും അപ്പുറത്തുള്ള കാര്യം കയറി വരും. ഇങ്ങനെ നമുക്ക് എന്താക്കി മാറ്റാം, നമ്മളെ ചിന്തകളെ പ്രൊഡക്റ്റീവ് ആക്കിയിട്ട് മാറ്റാം. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് നിങ്ങൾ എന്തിനൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും, ഏതൊക്കെ കാര്യങ്ങൾ എന്തും എടുക്കാം നിങ്ങൾക്ക്. നിങ്ങളെ കുറിച്ചിട്ട് എനിക്കൊന്നിനും കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, ഞാൻ അങ്ങനെയൊക്കെ എന്നെക്കൊണ്ടൊന്നിനും പറ്റൂല, ഇങ്ങനത്തെ നേരെ അപ്പുറത്ത് എന്ത് ചെയ്യാം, ഐ എം വെരി കോൺഫിഡന്റ്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് അല്ലെ, എല്ലാ കാര്യവും അനായാസം എളുപ്പം ചെയ്തു തീർക്കാൻ പറ്റും എന്ന രൂപത്തിൽ നമ്മൾ പോസിറ്റീവ് വേർഡ് അപ്പുറത്ത് എഴുതാം. സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യും ആ പോസിറ്റീവ്. പിന്നെ നമുക്ക് നമ്മളെ ചിന്തകൾ ഇങ്ങനെ പോയി നെഗറ്റീവിൽ എത്തി എന്ന് നമ്മൾ അവെയർ ആവുന്ന ചില സമയം ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടായിരുന്നില്ല നമുക്കറിയാം, പക്ഷെ നമ്മൾ ചിന്തിച്ചു പോയി. ആ സമയത്ത് നമുക്ക് അവെയർ ആയി എന്ന് ആ ബോധം നമുക്ക് കിട്ടി, മീൻസ് അതങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്നുള്ള, അപ്പൊ അങ്ങനെ ചിന്തിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് അടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ തന്നെ അതിനെന്ത് ചെയ്യാം, നമ്മള് ക്യാൻസൽ എന്ത് ചെയ്യാം പറയാം, ക്യാൻസൽ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ ചെയ്യാം ഡിലീറ്റ്. ആ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ചിന്തിച്ച കാര്യം തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റിഗ്രറ്റ് അടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. റിഗ്രറ്റ് അടിച്ചാൽ വീണ്ടും നമ്മുടെ സെൽഫിനെ, അത് നമ്മളെ എനർജീനെ ബാധിക്കും. നമ്മൾ കുറ്റബോധം എന്നുള്ളത് എന്നാൽ ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അതിന് പകരം എന്ത് ചെയ്യാം ഓൺ ദ സ്പോട്ടിൽ. ഇനിയിപ്പോ മറ്റുള്ള ആരെങ്കിലും ആണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറഞ്ഞതെന്നുണ്ടെങ്കിൽ, നമ്മളല്ല പുറത്തുള്ള ഒരാൾ നമ്മളോട് പറഞ്ഞു, ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ ചില ആളുകൾ എന്ത് ചെയ്യും, പിന്നെ അത് ആലോചിച്ചു എന്നാലും ഓരങ്ങനെ പറഞ്ഞില്ലേ അല്ലെ, എന്നിട്ട് അത് ആലോചിച്ചൊരു ദിവസം മൊത്തം കളയും. ആ ആള് പറഞ്ഞത് മറന്നു പോയിട്ടുണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും എന്നാലും അല്ലെ, നമ്മളൊരു വഴി കൂടി പോകുമ്പോ ഒരാൾ നമ്മളെ നോക്കി അയാളെ സെൻസറി മെമ്മറിയിലേക്കും ഉണ്ടാവും, അത് ഓൺ ദ സ്പോട്ടിൽ അയാൾ അത് മറന്നിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് വരെ അയാൾക്ക് ഓർക്കുണ്ടാവുള്ളൂ. നമ്മൾ ആലോചിക്കും എന്നാലും എന്തിനപ്പ അയാൾ എന്നെ നോക്കിയേ, എന്തേലും കുഴപ്പമുണ്ടായിരുന്നോ, നമ്മൾ എത്ര സമയം അത് ആലോചിച്ച് നോക്കും, ആ ദിവസം മൊത്തം അല്ലെങ്കിൽ ഒരാഴ്ച മൊത്തം, എന്നാലും അന്ന് അയാൾ എന്തിനേ ഇപ്പൊ നോക്കി നമ്മൾ ആലോചിച്ച് നോക്കൂലേ ഇല്ലേ. അയാളത് മറന്നിട്ടേ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ആവശ്യമില്ലാത്തതിലേക്ക് പോകും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അപ്പൊ മറ്റുള്ളവരെ നോട്ടം അല്ല മറ്റുള്ളവരെ വാക്കുകളാണ് നമ്മളെ ഇത്തരത്തിൽ നമ്മളെ ചിന്തകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പറയാം ഐ ഡോണ്ട് റെസീവ്. അത് മുന്നേ സെഷനിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് നമ്മളെ ഹേർട്ട് ചെയ്യും എന്ന് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ ഐ ഡോണ്ട് റെസീവ് അല്ലെ. ഓരോരുത്തുന്നുള്ള സാധനം നമ്മൾ വാങ്ങി വെച്ചതുകൊണ്ടാണ് പ്രശ്നം, നമ്മൾ വാങ്ങി വെച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ
മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മളത് എടുത്ത് നമ്മളെ ഉള്ളിൽ കയറ്റി വെച്ചതുകൊണ്ടാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മളെ അനുവദിക്കാതെ മറ്റൊരാൾക്ക് നമ്മളെ വേദനിപ്പിക്കാനാവില്ല, ഒരാൾക്കും നമ്മളെ വേദനിപ്പിക്കാനാവില്ല. അപ്പൊ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പൊ അത് നമ്മൾ അനുവദിക്കണ്ട. ഐ ഡോണ്ട് റിസീവ്, ഞാൻ റിസീവ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ തന്നെ വെച്ചോളി എന്ന് പറയാം ഓൺ ദ സ്പോട്ടിൽ. ഓരോരുത്ത് എന്താണ് വായ തുറന്ന് പറയണ്ട, നമ്മളെ ഉള്ളിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ആ രൂപത്തിൽ പറഞ്ഞാൽ മതി. ഇത് നമുക്ക് മറ്റുള്ളവർ കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്നതിന് നമുക്ക് രക്ഷ കിട്ടാൻ പറ്റും. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കാര്യങ്ങൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചിന്തിക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യാം, ഇതുപോലെ നിങ്ങൾക്ക് അപ്പോ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ടോക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ ടോക്ക് ചെയ്യുന്നത്, നമ്മളെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഏതാണോ അതിൽ നിങ്ങൾക്ക് ആ പ്രശ്നം നിങ്ങൾക്ക് വിട്ടുമാറൂല. നിങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അത് സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, റിലേഷൻഷിപ്പിലെ പ്രശ്നമായിക്കോട്ടെ, ഇനിയിപ്പോ മക്കളെ പ്രശ്നമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, നമ്മൾ നിരന്തരം ആ നെഗറ്റീവായിട്ടുള്ള കാര്യം, മീൻസ് അതിന്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വിടാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യണം, പെട്ടെന്ന് നേരെ പോസിറ്റീവിലേക്ക് മാറ്റാം. അപ്പൊ ഇന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് എന്താണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, മീൻസ് നെഗറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് എഴുതാം. അതിന്റെ നേരെ പോസിറ്റീവ് എഴുതാം. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കാം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കാന്ന് പറഞ്ഞാൽ എടുത്ത് വായിച്ചു നോക്കുക തന്നെ വേണം, അല്ലാണ്ട് അത് മാറൂല. കുറച്ച് പണി എടുക്കണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവണം എന്നുണ്ടെങ്കിൽ. വെറുതെ ഇരുന്നാൽ ശരിയാവുമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഒന്ന് 2-3 തവണ ഒന്ന് വായിക്കാം. പിന്നെ നമ്മൾ എപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അപ്പോഴൊക്കെ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മളെ ഉള്ളിലേക്ക് വരുള്ളൂ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ദിവസം, ഒരു 1 വീക്കെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അതിൽ റിസൾട്ട് കാണാൻ തുടങ്ങും. നമ്മളെ ചിന്തയിൽ നിന്ന് എപ്പോ ആ തോട്ട് മാറ്റുന്നോ അപ്പൊ നമ്മളെ പുറത്ത് റിയാലിറ്റി മാറുന്നതായിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നിങ്ങൾ 1-2 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, കറക്റ്റ് മനസ്സിലാവും. ചില ആളുകൾക്കുണ്ട്, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, അതുകൊണ്ട് വിചാരിക്കും എവിടെ പോവാൻ സമ്മതിക്കൂല, അല്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കൂല, അയാൾ ഭയങ്കര ദേഷ്യക്കാരനാണ്. ഇത്തരത്തില് കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അത് നേരെ എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. അതിന്റെ നേരെ അപ്പുറത്ത് അതിന്റെ പോസിറ്റീവ് വേർഡ്സ് എഴുതി വെക്കുക. അത് വായിച്ച് നമ്മളെ ഉള്ളിലുള്ള തോട്ട് എപ്പം മാറുന്നു അപ്പം തൊട്ട് പുറത്തുള്ള ആളെ സ്വഭാവം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും, ശരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറെ ആളുകൾ ഉണ്ട് ഇവിടെ ഇരിക്കുന്ന, ഒരുപാട് ആളുകൾ അതുപോലെ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ട്, അല്ലെ? നമ്മൾ ഉള്ളിലുള്ള തോട്ട് മാറ്റുന്ന സമയത്ത് പുറത്തത്തെ കാര്യങ്ങൾ മാറുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇതൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം, അല്ലാണ്ട് ഒരു കാര്യമില്ല. മീൻസ് അറിവ് കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അറിവ് നിങ്ങൾ അനുഭവമാക്കി മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കാര്യങ്ങൾ കിട്ടുള്ളൂ. ഇപ്പൊ വെറുതെ മോട്ടിവേഷൻ കേൾക്കുന്ന പോലെ ഇവിടുന്ന് കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇവിടെ മോട്ടിവേഷൻ ക്ലാസ് അല്ല, ട്രാൻസ്ഫോർമേഷൻ ആണ്. എപ്പോഴും പറയലുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത്, പരിവർത്തനം. ഇപ്പൊ ഒരു കുറച്ചു നേരത്തിനുള്ള സമാധാനമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ലൈഫ് ലോങ്ങിലേക്ക് ഇത് ഉപകാരപ്രദമാവണം. അപ്പൊ അതിന് നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ, അല്ലെ? ട്രെയിനിങ് ചെയ്ത് നമ്മളെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ എടുത്തേ പറ്റും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈ തോട്ട് പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ എനർജിയിൽ പോയിട്ട് ക്ലെൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളെ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഭയങ്കര റിലാക്സ് ചെയ്ത ഫസ്റ്റ് മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് നല്ല റിലാക്സ് ചെയ്തൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നത്. നിങ്ങൾ എനർജിയിലാണ് അവിടെ ക്ലെൻസ് ചെയ്തത്, അവിടെ ക്ലീനിങ് നടത്തിയിട്ടുള്ളത്. എനർജിയിൽ ക്ലീനിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നേരെ നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കൊക്കെ കാണാൻ തുടങ്ങും. അപ്പോൾ ശരീരത്തിലുള്ള പല അസുഖങ്ങൾ മാറാൻ തുടങ്ങും. നമ്മൾ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടിയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും. ഇതുപോലെ നമുക്ക് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ അതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഇതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും, മെഡിറ്റേഷനും ഈ പ്രാക്ടീസിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നുള്ളത് നമ്മൾ പെയ്ഡ് പ്രോഗ്രാം കാര്യങ്ങളാണ്. അപ്പൊ അതല്ലാത്ത ആളുകൾക്ക്, മീൻസ് പെയ്ഡ് പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്കാണ് ഞാൻ ഇത്തരത്തിലുള്ള ടിപ്സ് കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഈ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ അത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പൊ കിട്ടിയ അറിവുകൾ നിങ്ങൾ മുറുകെ പിടിച്ചിട്ട് അത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് വെറുതെ കളയരുത്, അല്ലെ? നമ്മൾ നമ്മുടെ സമയത്തിന് കണക്ക് പറയേണ്ടി വരും.
നമ്മൾ പറയലുണ്ട് അല്ലെ, നമ്മൾ ഓരോ സമയം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പൊ നമ്മളെ ചിന്തകൾ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കാം. എന്തൊക്കെ ചിന്തകളാണോ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ളത് അതിനൊക്കെ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത്. നെഗറ്റീവ് തോട്ട് എഴുതുക, അതിന്റെ അപ്പുറത്ത് നേരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു വെക്കുക. നമ്മളെ ചിന്തകൾ പിന്നെ പോസിറ്റീവ് ആയിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മളെ തോട്ടിന്റെ റിയാലിറ്റി മാറ്റി കൊടുക്കുക. ആ ചിന്തകൾ അങ്ങ് മാറ്റി കൊടുക്കുമ്പോൾ നമ്മളെ ശരിക്കുള്ള റിയാലിറ്റി മാറാൻ തുടങ്ങും. നമ്മൾ റിയൽ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കാര്യങ്ങൾ കാണാൻ തുടങ്ങും. നമുക്ക് കിട്ടിയ അറിവുകള് അതും വെറുതെ കൊണ്ടുപോയി കെട്ടിപ്പൂട്ടി വെക്കല്ല വേണ്ടത്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചുറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അറിവുകളും എന്താണ് അല്ലെ, ഈ കിട്ടിയ അറിവ് നിങ്ങൾ എന്തിനു ഉപയോഗിച്ചു എന്നുള്ളതും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അല്ലെ. നിങ്ങളല്ല, നമ്മൾ കണക്ക് പറയേണ്ടി വരും. നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ് ഓരോ സമയവും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അപ്പൊ അത് വെറുതെ ആവശ്യമില്ലാതെ ചിന്തിച്ച് വേസ്റ്റ് ആക്കി കളയാതെ നമുക്ക് ആവശ്യമുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാം. ഓക്കെ. അപ്പൊ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. നമ്മുടെ മൈൻഡ് സ്പെക്ട്ര, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പ്, റൈസ് ആൻഡ് റേഡിയേറ്റ്. അപ്പോ ഇനി മുതൽ ഗ്രൂപ്പ് വർക്ക്ഷോപ്പുകൾ, പെയ്ഡ് വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി സ്റ്റുഡൻസിന് മാത്രമായിരിക്കും ഗ്രൂപ്പ് വർക്ക്ഷോപ്പുകൾ ഉണ്ടാവാം. അപ്പൊ ഓൺലി പേഴ്സണൽ ആയിട്ട് പേഴ്സണൽ മെന്ററിങ്ങും അതുപോലെയുള്ള പേഴ്സണൽ സിറ്റിങ്സ് കാര്യങ്ങളും മാത്രമേ ഇനി എന്തുണ്ടാവുള്ളൂ, പെയ്ഡ് പ്രോഗ്രാംസ് ഇനി ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി സ്റ്റുഡൻസിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇറക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൈൻഡ് സ്പെക്ട്ര അതേപോലെ റൈസ് ആൻഡ് റേഡിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവില്ല. നമുക്ക് ഗ്രൂപ്പ് ഇതുപോലെ എന്താണ് ഫ്രീ പ്രോഗ്രാംസ് നമുക്ക് ഇതുപോലെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാണ്ട് ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഉണ്ടാവില്ല. ഓൺലി പേഴ്സണൽ മെന്ററിങ് അവൈലബിൾ ആണ്, പേഴ്സണൽ കൺസൾട്ടേഷൻസും അവൈലബിൾ ആണ്. പേഴ്സണൽ മെന്ററിങ് എന്ന് പറയുന്ന സമയത്ത് 1 month മെന്ററിങ്, അതേപോലെ 3 month, 1 year, 6 month മെന്ററിങ്, അങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമുള്ളതിനനുസരിച്ചുള്ള മെന്ററിങ് പ്രോഗ്രാംസ് 1-to-1 സിറ്റിങ്ങോട് കൂടിയിട്ട് 1-to-1 ആയിട്ട് അസിസ്റ്റൻസ് കാര്യങ്ങൾ എടുത്തിട്ട് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യുക. മൈൻഡിനെ എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പൊ ഇനി ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയാം. അപ്പൊ ഇനി പേഴ്സണൽ മെന്ററിംഗിലേക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പൊ ഇതുവരെ കിട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, ഓരോരോ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ചെറിയ കാര്യം അല്ലെ വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിൽ സക്സസ് ഉണ്ടാകാൻ പറ്റുക, അല്ലാതെ വലിയ എന്തൊക്കെയോ ചെയ്യുമ്പോഴല്ല. അപ്പൊ ഇത് ചെറിയ കാര്യമാണ്. പക്ഷെ ഈ ചെറിയ കാര്യം നിങ്ങൾ വലിയ രീതിയിൽ എടുത്തിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മാറ്റം പറ്റിയ റിസൾട്ടുമായിട്ട് വരാം. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റിസൾട്ട്. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? അടുത്ത ആഴ്ച എന്തെങ്കിലും ഒരു കാര്യത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് വരണം കേട്ടോ. ഈ കേൾക്കുന്ന 13 ആളുകളും, എന്നെ കേൾക്കുന്ന 13 ആളുകളും അടുത്ത ആഴ്ച അല്ലെ, ഇന്ന കാര്യം ഞാൻ ആ തോട്ടിൽ ഷിഫ്റ്റ് വന്നതുകൊണ്ട് ഇന്ന കാര്യം എനിക്ക് മാറി കിട്ടി, മീൻസ് ഇന്ന കാര്യത്തിൽ ഇന്ന റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് വരൂലേ? യെസ്, അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നിങ്ങൾ എടുക്കുക, ആ കാര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരൊറ്റ കാര്യം എടുത്തിട്ട് അതിൽ ഫോക്കസ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് അടുത്തത് മാറ്റാം, അടുത്ത കാര്യത്തിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഏതെങ്കിലും 1-2 എടുക്കാം, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ട് അടുത്ത കാര്യങ്ങൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കുറേ അറ്റ് എ ടൈം എടുക്കുന്നതിനേക്കാളും. ഓക്കെ, അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള സമയമാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയണമെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. വാല്യബിൾ ആയിട്ടുള്ള പോയിന്റ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ സമയം കുറച്ച് സമയം, ഒരു 1/4 മണിക്കൂർ ഇവിടെ ഇരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമായിട്ടുണ്ടോ, അതോ വെറുതെ കേട്ട് പോയതാണോ? വോയിസ് ഓൺ ആക്കി പറയാട്ടോ. എനിക്കൊന്നും പറയാല്ല.
നല്ല അത് നല്ല ഉപകാരപ്പെടുന്ന ഭയങ്കര ക്ലാസ് ആയിരുന്നു. വാല്യുബിൾ ആയ ഒരു കാര്യം തന്നെയാണിത്. തീർച്ചയായും പ്രാക്ടീസ് ചെയ്ത് നോക്കും. ചെയ്യുന്നുള്ള ഓർത്തിങ്ങനെ ഇരിക്കുകയായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കിട്ടിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഇനി ആരൊക്കെ? അടുത്ത ആള് പോരട്ടെ. അതേപോലെയുള്ള നല്ല നല്ല നിങ്ങളെ ഫീഡ്ബാക്കുകൾ എനിക്ക് കുറച്ച് പോസിറ്റീവ് എനർജി തരും. നല്ല ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു. മുമ്പ് ഇതേപോലെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ കാലം നല്ലതായി. ഇപ്പൊ പിന്നെ കുറെ ക്ലാസ് കയറാതുകൊണ്ട് പഴയ പോലെ തന്നെ ആയിട്ടുള്ളത്. ഇനി ഇതന്നെ തുടർന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു അതാ സോ പറഞ്ഞ മച്ച്. ഇവിടെ മോട്ടിവേഷൻ അല്ല ട്രാൻസ്ഫോർമേഷൻ ആണ് ഉള്ളത്. ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മിനിമം 3 മാസമെങ്കിലും വർക്ക് ചെയ്യണം. അപ്പോ ഒരു 3 മാസമെങ്കിലും തുടർച്ചയായിട്ട് നമ്മൾ പറയുന്ന കാര്യം തുടർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് നമ്മൾ ആ ന്യൂറൽ പാത്വേയിൽ ചേഞ്ച് വരുള്ളൂ. ഇല്ലാണ്ടെങ്കിൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാസം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും. നല്ല മാറ്റം ഉണ്ടായി. ചെറിയ മാറ്റമല്ല, നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് എന്നെ പഴയ പോലെ ഒരു താല്പര്യമില്ലായ്മ എല്ലാം വന്ന് എപ്പോഴും വിചാരിച്ച് കയറണം. പിന്നെ ഇങ്ങനൊരു എന്താ അലസത, മടി, എന്താ തന്നെ പറയാനറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഇനി ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് ഇന്ന് കയറാം. അതെങ്കിൽ ഞാൻ തുടരട്ടെ. ആദ്യം ഇനി പുതിയൊന്ന് തുടങ്ങട്ടെ, ഒന്നിലൊന്ന് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് കയറി നോക്കിയതാ. അപ്പൊ ചെറിയൊരു അപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആദ്യത്തിനേക്കാൾ പെട്ടെന്ന് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ആദ്യം നമ്മൾ കുറച്ചു കാലം ചെയ്തു വെച്ച ന്യൂറോൺസിന്റെ ആ ഒരു ലെവലും കാര്യങ്ങളൊക്കെ ഒന്നും കണ്ട് റെഡി ആയ ന്യൂറോൺസ് അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയ സമയത്ത് പറഞ്ഞാൽ പഴയ വഴി ഉണ്ടല്ലോ, അത് വീണ്ടും സൂപ്പർ പവറോടെ തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷെ ആദ്യം നമ്മൾ വെട്ടിയ വഴി അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. കുറച്ചൊക്കെ പുല്ല മുളച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ട്രാക്കിലേക്ക് കയറാൻ പറ്റും. നമ്മള് ഒരു മെഡിറ്റേഷൻ നോട്ട് വർക്കിംഗ് എഫക്റ്റീവ്ലി. റൈസ് ആൻഡ് റേഡിയേറ്റ് ഇനി 1-to-1 ഉള്ളൂ. ഇനി ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഇല്ല കേട്ടോ. മെഡിറ്റേഷന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് നമ്മൾ ഒരു പ്രാവശ്യം അനസർ നമ്മൾ ഇതിന്റെ മുന്നേ സെഷനിൽ കയറലുണ്ടോ? മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവും. കാരണം നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തന്നെ റെഡിയാക്കേണ്ട ഒരു കാര്യം. നമ്മള് 1 വീക്ക് ഒക്കെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് മെഡിറ്റേഷന്റെ ആ ഒരു ഡീപ്പിലേക്ക് പോവാം. പെട്ടെന്ന് അതിലേക്ക് കയറാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് സ്ഥിരമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. സെൽഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കിയാൽ മതി. സൂറ മാം 3 മാസമായിട്ട് തുടർന്നായിരുന്നു. ചേഞ്ചസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? വോയിസ് കേൾക്കുന്നില്ല കേട്ടോ. നല്ല മാറ്റം ഉണ്ട് പറയാം. സാമ്പത്തികമായിട്ടും അസുഖങ്ങളോ ആയിട്ടും ശാരീരികമായിട്ടും ഒക്കെ നല്ല മാറ്റം. ഇനിയും തുടർന്നുകൊണ്ട് പോവാം. നമ്മൾ ചില ആളുകൾക്ക് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചില ഏരിയാസിൽ മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷെ ചില ഏരിയാസിൽ മാറ്റം വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ എന്താ വെച്ചാല് നമ്മളിങ്ങനെ ആ 3 മാസം ചെയ്യുന്നതിന്റെ ഇടയിൽ വീണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കയറും. അപ്പൊ എനർജി വീണ്ടും നമ്മളെ എന്തായിട്ടുണ്ടാവും? അവിടെ ആ എനർജിയിൽ വീണ്ടും ഇമ്പ്യൂട്ടീസ് കാര്യങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് നമുക്ക് ഒരു മേഖലയിൽ മാറ്റം വന്ന് വിചാരിച്ചാൽ 3 മാസം എന്ന് വെച്ചാൽ 3 മാസമല്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 3 മാസം കൊണ്ട് നിർത്തല്ല വേണ്ടത്. നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് മാറ്റം വരേണ്ടത് അത് എത്തോളം നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കാം. കാരണം പുറത്തുള്ള എനർജി നമ്മളൊരു സൊസൈറ്റിയിൽ നമ്മളൊരു ഫാമിലിയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ടാവും. അപ്പോ 3 മാസം എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ശരിക്കും നമ്മുടെ സെൽസ് കാര്യങ്ങൾ പുതിയൊരു സെല്ല് ഉണ്ടായി വരുന്ന സമയമാണ് 100 days എന്ന് പറയുന്നത്. ആ 100 days നമ്മൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വോൾ സെൽസിൽ നമ്മൾക്ക് ആ ചേഞ്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചു കാലം എന്ത് ചെയ്യും? നിർത്തുന്ന ഇടയിൽ വീണ്ടും പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യും? വരും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആദ്യം എടുത്ത പണി വീണ്ടും എടുക്കേണ്ടി വരും. ഫസ്റ്റ് നമ്മൾ എടുത്ത പണി വീണ്ടും നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോ തുടർന്നു കൊണ്ട് പോവുക. അത് മാക്സിമം തുടർന്നുകൊണ്ടേ പോവാം. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്നും വെറുതെ ആവൂല
അല്ലെ നമ്മള് 3 മാസം എന്നല്ല, അതൊന്നും ഒരിക്കലും വെറുതെ ആവില്ല. അത് ഇത്ര മാസം എന്നൊന്നും ഇല്ല. നമ്മളെ ലൈഫ് ലോങ് നമ്മൾ തീരാത്തത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് നമ്മളെ സൃഷ്ടാവിനോട്, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കാം. നമ്മളെ ഗ്രൂപ്പ് ആക്റ്റീവ് അല്ലല്ലോ ഇപ്പൊ ആരും. സുഹറമാമിന്റെ അടുക്കിടക്ക് എന്തെങ്കിലും വോയിസ് ഇടാറുണ്ടായിരുന്നു ആദ്യം. അപ്പൊ അതിന്റെ ഓരോരോ സലാം ചെല്ലിയാ പോലും എല്ലാവരും ബാക്കിൽ വന്നിട്ട് പറയുമ്പോ ഗ്രൂപ്പ് ആക്റ്റീവ്. അപ്പൊ പിന്നെ നമുക്ക് തോന്നും ഇവരെ ചെയ്ത് നമുക്ക് ചെയ്ത ആക്റ്റീവ് ആക്കുന്നതായിരിക്കും. അപ്പൊ പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ ഒരു സലാം ചെയ്താൽ തന്നെ എല്ലാരും ബാക്കിൽ വരുമല്ലോ. അപ്പൊ നമ്മൾ പഴയ പോലെ തന്നെ ആവും ഉദ്ദേശിച്ചത്. നമ്മളെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങാം. മറ്റുള്ളവരെ അപ്പൊ ആദ്യം ഒരാളുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഒന്ന് ഇറക്കാറൊക്കെ വിചാരിക്കും. അതാണ് നമ്മളെ പ്രശ്നം. നമ്മളൊക്കെ ബാക്കിയുള്ളവരെ തലയിൽ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തോണ്ടേ ഇരിക്കും. നമുക്ക് മിക്കവാറും നമ്മളെ സന്തോഷത്തിന്റെ താക്കോല് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുന്നതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം വരും. ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരും. അവരെന്ത് ചെയ്താലും അല്ലെ, നമ്മളെ സന്തോഷം നമ്മളെ ഇതൊക്കെ ബാക്കിയുള്ളവരെടുത്താ കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെടുത്ത് സൂക്ഷിക്കാം, നമ്മളെ സന്തോഷത്തിന്റെ താക്കോല്. ഓക്കെ, അത് ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അവര് ഓരിപ്പിനിയിപ്പൊ എന്താ വിചാരിക്ക, മറ്റുള്ളവരെന്താ വിചാരിക്കാന്ന് ഇരുന്ന ഇതേപോലെ ഇരിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. നമ്മളെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മളെ കാര്യങ്ങൾ നമ്മള് എന്ത് ചെയ്യാം, നമ്മൾക്ക് വേണ്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ല അടുത്ത ആഴ്ച കാണാം. ആർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇന്ന് വീഡിയോ ഓൺ ആക്കാത്ത കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഇത് കിട്ടിയിരിക്കണം. അടുത്ത ആഴ്ച നിർബന്ധമായിട്ടും ഷുവറാണ്, നിർബന്ധമായിട്ട് വീഡിയോ ഓൺ ആക്കാത്തവരെ ഞാൻ എന്തായാലും റിമൂവ് ചെയ്യും. ഓക്കെ, അത് അതിന്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഇരിക്കുന്നവര് മാത്രം ഇരുന്നാൽ മതി. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള അറിവുകളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത്രയും ഇൻഫോർമേറ്റീവ്, അത്രയും ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന അറിവുകളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സീരിയസ്നെസ്സോട് കൂട്ടി ചില ആളുകൾ കിടന്നിട്ട് കേൾക്കുന്നുണ്ടാവും, ചില ആളുകള് കിടന്നിട്ടുണ്ടാവും, അവിടെയും ഇവിടെയും ചായ ഇരുന്നിട്ടും അല്ലെ പല പണിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല അർജന്റ് കേസും കാര്യങ്ങളും ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും വേണ്ട. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യണ്ട, ഇത് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. താങ്ക് യു.